ഹായ് ഓൾ, എല്ലാവർക്കും ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 12ലെ ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ഓർഗാനിക്കിലെ ഒരു ചാപ്റ്ററിലെ ഹാലോ ആൽക്കിൻസിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അരീൻ്റെ പ്രിപ്പറേഷൻ കോമൺ ആണ്. അതേപോലെ ഹാലോ ആൽക്കെയിൻസിൻ്റെ മാത്രം റിയാക്ഷൻസ്. അപ്പം ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ചൊക്കെ പാടാണ് എപ്പോഴും. പക്ഷെ നമുക്ക് കുറച്ച് സിമ്പിൾ ട്രിക്സിലൂടെ എന്ത് ചെയ്യാം, ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം. അപ്പം നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഓഫ്ലൈൻ ബാച്ചുകളിലേക്കും ഓൺലൈൻ ബാച്ചുകളിലേക്കും ക്രാഷ് കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ള കുട്ടികളെ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിന്ന് പഠിച്ചാലോ നമ്മുടെ ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഓക്കെ, അപ്പം എന്താ ഈ ഹാലോ ആൽക്കിൻസ് അല്ലെങ്കിൽ ഹാലോ അരീൻ, എങ്ങനെയാണ് ഇവർ ഒബ്റ്റെയിൻ ചെയ്യുക? അപ്പോൾ ജനറലി നമുക്കറിയാം, ആ പേരിലുണ്ട് ഹാലോ ആൽക്കെയിൻ. നമുക്കറിയാം ആൽക്കെയിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ കാർബണും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. ഇതിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഹാലജനെ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഒരു ആൽക്കെയിൻ ഉണ്ടെങ്കിൽ ആ ആൽക്കെയിനിലെ ഒരു ഹൈഡ്രജനെ മാറ്റി ഒരു ഹാലജനെ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഹാലോ ആൽക്കെയിൻസ് കിട്ടും. ഇനി അതേ സമയത്ത് നമ്മൾ ആരോമാറ്റിക് റിങ്, നമ്മുടെ ബെൻസീൻ റിങ് ഇല്ലേ, ബെൻസീൻ റിങ്ങിൽ 6 കാർബണും ഉണ്ട്, 6 ഹൈഡ്രജനും ഉണ്ട്. അപ്പം ഇതിലെ ഹൈഡ്രജനെ മാറ്റി എന്ത് ചെയ്യുക, ഹാലജനെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാ എന്ത്, ഹാലോ അരീൻ. ഇനി നമുക്ക് അവിടെ ഒരു ഡെഫിനേഷൻ നോക്കാം. ദീസ് ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഹാലജൻ ആറ്റംസ് അറ്റാച്ച്ഡ് ടു ആൻ ആൽക്കൈൽ ഓർ അറൈൽ ഗ്രൂപ്പ്. അപ്പം വേറൊരു രീതിയിലും പറയാം, ഒരു ആൽക്കൈൽ ഗ്രൂപ്പിലോട്ടൊരു ഹാലജനോ അല്ലെങ്കിൽ ഒരു അറൈൽ ഗ്രൂപ്പിലോട്ടൊരു ഹാലജനോ ആഡ് ചെയ്യുന്നതാണ് എന്ത്, ഹാലോ ആൽക്കെയിൻസ് അല്ലെങ്കിൽ ഹാലോ അരീൻ. ഇനി സാധാരണ നമ്മൾ ഹാലോ ആൽക്കെയിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് RX എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൽ എക്സ് നമ്മുടെ ഹാലജൻസ് ആണ്. ആരൊക്കെ ആവാം, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. R എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇനി അതേ സമയത്ത് ഹാലോ അരീൻ്റെ ജനറൽ ഫോർമുല ARX ആണ്. AR എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് റിംഗ് ആണ്, അറൈൽ ഗ്രൂപ്പാണ്. നമ്മുടെ ബെൻസീൻ റിംഗ് ഇല്ലേ, ആ ബെൻസീൻ റിംഗ് ആണ് എന്ത്, ARX. അപ്പം ഹാലോ ആൽക്കെയിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് RXും ഹാലോ അരീനെ അല്ലെങ്കിൽ ഹാലോ അരീനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ARX എന്ന് വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഇവരുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പോവാം, ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷനെ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് എന്താ, ഫ്രം ആൽക്കഹോൾ. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ബൈ ദ ആക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഹാലജൻ ഓൺ alcohols in presence of anhydrous zinc chloride, we get anhydrous zinc chloride as a catalyst, we get എന്ത്, ഹാലോ ആൽക്കെയിൻ. സംഭവമൊന്നുമില്ല, എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഹാലജൻ ആസിഡ് എടുക്കുക, അതിനെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക, ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. എന്തിൻ്റെ പ്രസൻസിൽ, സിങ്ക് ക്ലോറൈഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. നോക്കിയാലോ, നമ്മളൊരു ഹാലജൻ ആസിഡ് എടുത്തു. സപ്പോസ് ഹാലജൻ ആസിഡിനെ നമ്മൾ ജനറലി റെപ്രസെൻ്റ് ചെയ്യുന്നത് HX വെച്ചിട്ടാണ് ആണേ. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് എഴുതുവാണെങ്കിൽ HCl, ഇതൊരു ഹാലജൻ ആസിഡാണ്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൽക്കഹോൾ ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എളുപ്പത്തിന് ജനറൽ ഇക്വേഷനേക്കാളും കൂടുതൽ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം സപ്പോസ് നമുക്ക് എത്തനോൾ എടുക്കാം, CH3 CH2 OH. എന്തിൻ്റെ പ്രസൻസിൽ, സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. ഇനി ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ആൽക്കഹോളും എടുത്തു, ഹാലജൻ ആസിഡും എടുത്തു. എന്താ സംഭവിക്കുക, ഈ ഹാലജൻ ആസിഡിലെ Hഉം ആൽക്കഹോളിലെ OHഉം കൂടെ ചേർന്നിട്ട് എന്താവും, വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. ഈ OH പോയ പൊസിഷനിലോട്ട് ആര് കയറും, നമ്മുടെ ഹാലജൻ കയറും. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എഴുതിയാലോ. എന്ത് വരും, CH3 CH2 Cl പ്ലസ് ആര്, വാട്ടർ. അപ്പം നമ്മുടെ ഹാലോ ആൽക്കീൻ കിട്ടിയില്ലേ, CH3 CH2 Cl. എളുപ്പമല്ലേ ഈ മെത്തേഡ്. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത മെത്തേഡ് നമ്മൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ്. അതുമല്ല, ഇതൊരു നെയിംഡ് റിയാക്ഷൻ കൂടിയാണ്, ആണ് സാൻഡ് മേയേഴ്സ് റിയാക്ഷൻ. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള റിയാക്ഷൻ. നോക്കിക്കേ, ആരോമാറ്റിക് പ്രൈമറി എലിമെൻറ്റ്. അതായത് ഈ മെത്തേഡ് സാൻഡ് മേയർ റിയാക്ഷൻ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ആരോമാറ്റിക് അല്ലെങ്കിൽ അറൈൽ ഹാലൈഡുകളെ പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ എന്താ നടക്കുന്നത്,
ആരോമാറ്റിക് പ്രൈമറി അമീനെ എന്തുവഴി ട്രീറ്റ് ചെയ്യുക? മിനറൽ ആസിഡ്, നമ്മൾ ഹാലജൻ ആസിഡ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇതിലൊരു മിനറൽ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. എക്സാമ്പിൾ HCl. എന്തിൻ്റെ പ്രസൻസിൽ? സോഡിയം നൈട്രേറ്റിൻ്റെ പ്രസൻസിൽ കോൾഡ് കണ്ടീഷൻ, ഏകദേശം ഒരു 0 to 5 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ കണ്ടീഷനിൽ ഇവരെ തമ്മിൽ ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പം ആദ്യം ഒരു ഡയാസോണിയം സോൾട്ട് ഫോം ചെയ്യും. അപ്പോൾ ആ ഒരു ഡയാസോണിയം സോൾട്ട് പ്രിപ്പയർ ചെയ്ത ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയാസോടൈസേഷൻ. നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആരോമാറ്റിക് പ്രൈമറി അമീൻ എടുക്കുക. ഇതാരാ? നമ്മുടെ ബെൻസീൻ റിങ്ങിൽ NH2 വന്നു കഴിഞ്ഞാൽ ആരാ ഇത്? അനലിന. ഇതിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക? ഒരു മിനറൽ ആസിഡ്. മിനറൽ ആസിഡിനെ ജനറലി നമുക്ക് HX എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ആ HX എന്ന് പറയുന്നൊരു മിനറൽ ആസിഡ് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? HCl എന്ന് വേണമെങ്കിൽ എഴുതാം. എന്തിൻ്റെ പ്രസൻസിൽ? സോഡിയം നൈട്രേറ്റിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. അപ്പം ഒരു ഡയാസോണിയം സോൾട്ട് ഫോം ചെയ്യും. ഈ ഡയാസോണിയം സോൾട്ടിൻ്റെ ഫോർമുല എങ്ങനെയാണെന്ന് വെച്ചാൽ, ബെൻസീൻ വരയ്ക്കുക. ഇവിടെ ഓൾറെഡി ഒരു നൈട്രജൻ ഇല്ലേ, നമ്മുടെ സോഡിയം നൈട്രേറ്റിലെ നൈട്രജനും കൂടെ ആഡ് ചെയ്യും. അതുപോലെ തന്നെ HXലെ ഹാലജനും കൂടെ കൂട്ടിച്ചേർത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? N2X. N2ന് പ്ലസ് ചാർജും Xന് എന്ത്? മൈനസ് ചാർജും. ഇതാണ് നമ്മുടെ എന്ത്? ഡയാസോണിയം സോൾട്ട്. അപ്പം ഇങ്ങനെ പ്രൈമറി അമീന് ആരോട് റിയാക്ട് ചെയ്യുന്നു? ഹാലജൻ ആസിഡും സോഡിയം നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഡയാസോണിയം സോൾട്ട് ഉണ്ടാവുന്ന ആ പ്രോസസ്സാണ് ഇത് ഡയാസോടൈസേഷൻ. അപ്പം ഇതാണ് സാൻമേയർ റിയാക്ഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഒന്ന് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ? ദിസ് ഡയാസോണിയം സോൾട്ട് ഈസ് ട്രീറ്റഡ് വിത്ത് HX ഇൻ പ്രസൻസ് ഓഫ് കുപ്രസ് ഹാലൈഡ്. ഈ കുപ്രസ് ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ജനറൽ ഫോർമുല Cu2X2 ആണ്. ഈ ഹാലജൻസ് ആര് വേണമെങ്കിലും ആ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഗെറ്റ് ഹാലോ ബെൻസീൻ. എങ്ങനെ നോക്കിയാലോ? അപ്പം എന്ത് ചെയ്യുക? നമ്മുടെ ഡയാസോണിയം സോൾട്ട് എടുക്കാം. നമ്മുടെ ഡയാസോണിയം സോൾട്ട് N2 പ്ലസ് X മൈനസ്. ഇതിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക? HX, ഏതെങ്കിലും ഒരു ഹാലജൻ ആസിഡും കുപ്രസ് ഹാലൈഡ് Cu2X ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഏതാണോ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഹാലജൻ, ക്ലോറിനാണെങ്കിൽ ക്ലോറിന്, ബ്രോമിനാണെങ്കിൽ ബ്രോമിന്, നമ്മൾ ഈ റിയേജൻറ്റിൽ എടുത്തിരിക്കുന്ന ഹാലജൻ ഏതാണോ ആ ഹാലജൻ എന്ത് ചെയ്യും? നമ്മുടെ റിങ്ങിൽ കയറി ഇൻസേർട്ട് ചെയ്യും. അതുപോലെ ഈ കോമ്പൗണ്ടിൽ ഒരു നൈട്രജൻ ഇല്ലേ, ആ നൈട്രജൻ ഗ്യാസ് ആയിട്ട് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പോൾ റിസൾട്ടൻ പ്രോഡക്റ്റ് എങ്ങനെ എഴുതാം? ബെൻസീന്. നമ്മുടെ നൈട്രജൻ ഗ്യാസ് എസ്കേപ്പ് ചെയ്ത് പോയി, ബാക്കി നമ്മുടെ ഹാലജൻ കയറും പ്ലസ് N2. ഇതാണ് എന്ത്? നമ്മുടെ ഹാലോ അരീന് അല്ലെങ്കിൽ ഹാലോ ബെൻസീൻ ഉണ്ടാക്കാം. ഈ റിയാക്ഷനാണ് ഏത്? സാൻമേയർ റിയാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കിയാലോ. അടുത്ത രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിംഡ് റിയാക്ഷൻസാണ്. ഫസ്റ്റ് വണ്ണാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. എന്താ നോക്കിയോ? ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ബ്രോമൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് സോഡിയം അയഡൈഡ് വി ഗെറ്റ് ആൽക്കൈൽ അയഡൈഡ്. അതായത് നമുക്ക് പ്രധാനമായിട്ടും ആൽക്കൈൽ അയഡൈഡിനെ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡാണ് ഇത് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ആൽക്കൈൽ എന്ത് ചെയ്യുക? ബ്രോമൈഡോ ക്ലോറൈഡോ എടുക്കുക, അതിനെ സോഡിയം അയഡൈഡുമായിട്ട് എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. അപ്പം കറസ്പോണ്ടിങ് നമുക്ക് എന്ത് ചെയ്യും? അയഡൈഡ് കിട്ടും. ചെയ്താലോ? അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ബ്രോമൈഡ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള രീതിയിൽ ഞാനിപ്പോൾ എക്സാമ്പിളാണ് എഴുതുന്നത്, ജനറൽ ഇക്വേഷൻ എഴുതുന്നില്ല. അപ്പം ജനറൽ ഇക്വേഷൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് എന്ത് ചെയ്യുക? സോഡിയം അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ? ഈ സോഡിയവും എക്സും കൂടെ ചേർന്നിട്ട് NaX എലിമിനേറ്റ് ചെയ്യും ഇല്ലേ? പോയിട്ട് ഈ അയഡിൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. ആ അയഡിൻ ഈ എക്സ് പോയ പൊസിഷനിൽ ഇങ്ങോട്ട് കയറി ആരെ കിട്ടും? നമുക്ക് Ri കിട്ടും. നമുക്കൊരു ഇക്വേഷൻ വെച്ച് നോക്കാം. നമ്മളിപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, CH3 CH2 Cl. ഇതൊരു ആൽക്കൈൽ ക്ലോറൈഡാണ്. ഇതിനെ എന്ത് ചെയ്തു? സോഡിയം അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കിക്കേ? ഈ സോഡിയവും ഈ ക്ലോറിനോട് ചേർന്ന് എന്താവും? ആ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ ഹാലൈഡ് എലിമിനേറ്റ് ചെയ്യും. പ്ലസ് ഈ
ക്ലോറിൻ പോയ വേക്കൻസിയിൽ ആര് കയറും? അയഡിൻ കയറും. അപ്പോൾ എന്തായി? CH3CH2I. നമ്മുടെ കറസ്പോണ്ടിങ് എന്ത് വന്നു? ആൽക്കൈൽ അയഡൈഡ് കിട്ടി. ഇതാണ് റിയാക്ഷൻ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് റിയേജൻറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. അതാണ് സ്വാർട്സ് റിയാക്ഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക? ഒന്നെങ്കിൽ AgF അല്ലെങ്കിൽ HgF2 അല്ലെങ്കിൽ കോബാൾട്ട് ഫ്ലൂറൈഡ് അല്ലെങ്കിൽ ടിൻ ഫ്ലൂറൈഡ്, ഇവരുമായിട്ട് ട്രീറ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് ഫ്ലൂറൈഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഫ്ലൂറൈഡിനെ ഉണ്ടാക്കാനുള്ള മെത്തേഡാണ് ഏത്? ഈ മെത്തേഡ്. ജസ്റ്റ് ആ ഒരു റിയേജൻറ്റ് മാത്രമേ ഇവിടെ മാറിയിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ റിയാക്ഷൻ നോക്കാം. നോക്കി, നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തു. CH3CH2Cl. ഞാനിപ്പം ക്ലോറൈഡ് എടുത്ത് ഇതിൻ്റെ അടുത്തോട്ട് എന്ത് ചെയ്യുക? ഞാനിപ്പം തൽക്കാലം എന്ത് ചെയ്യുക? AgFനെ ആഡ് ചെയ്യുക. അപ്പം എന്ത് സംഭവിക്കും? നോക്കിക്കേ, ഈ Agയും നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിലെ ക്ലോറിനും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? AgCl എലിമിനേറ്റ് ചെയ്ത് പോകും. പ്ലസ് ആ പോയ വേക്കൻസിയിൽ ആര് കയറും? ഈ ഫ്ലോറിൻ കയറും. അപ്പോൾ എന്ത് കിട്ടും? CH3CH2F. നമുക്ക് ആൾക്ക് വേണ്ട ആൽക്കൈൽ ഫ്ലൂറൈഡ് കിട്ടി. അപ്പം ശരിക്കും പറഞ്ഞാൽ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കാം. ക്ലോറൈഡ് എടുക്കാം, ബ്രോമൈഡ് എടുക്കാം. അത് ഈഥൈൽ ഗ്രൂപ്പ് വേണം നിർബന്ധമൊന്നുമില്ല. പ്രൊപ്പൈൽ എടുക്കാം, ഏത് വേണേലും എടുക്കാം. അപ്പം നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് എന്ത് ചെയ്യുക? എപ്പോഴും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് എളുപ്പമല്ലേ ഈ മെത്തേഡ്? ഇനി നമ്മൾ പ്രധാനമായിട്ടും 4 മെത്തേഡാണ് പറഞ്ഞത്. എന്തിന്? നമ്മുടെ ഹാലോ ആൽക്കൻസിൽ പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് വൺ ആൽക്കഹോളിൽ നിന്ന്, പിന്നെ സൺമേയർ റിയാക്ഷൻ, ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആൻഡ് സ്വാർട്സ് റിയാക്ഷൻ. നെയിംഡ് റിയാക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഹാലോ ആൽക്കെയിൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസാണ്. കാരണം കുറേ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കാണാൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ നിൽക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ട്രിക്ക് വെച്ചിട്ട്, അതായത് റിയാക്റ്റൻ്റ് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ആരൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു, അപ്പം എലിമിനേറ്റ് ചെയ്ത പൊസിഷനിൽ ആര് കയറുന്നു, ഇങ്ങനെയൊക്കെ ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ഈ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആർക്കും ഇതെന്ത് ചെയ്യാൻ പറ്റത്തില്ല? മെമ്മറൈസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നോക്കിയേ, ഫസ്റ്റ് റിയാക്ഷൻ വിത്ത് അക്വസ് ആൽക്കലിയാണ്. നമ്മുടെ ഹാലോ ആൽക്കലിനെ അക്വസ് ആയിട്ടുള്ള ആൽക്കലി, അതായത് NaOH KOH ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞേ? ആൽക്കഹോൾ കിട്ടും. എങ്ങനെ നോക്കിയാലോ? നോക്കി, നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തു. അതിനെ ഇപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ എന്ത് ചെയ്യുക? KOH ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കെയും ഈ ഹാലജനോട് ചേർന്നിട്ട് KX എലിമിനേറ്റ് ചെയ്തു. ബാക്കി X പോയ പൊസിഷനിൽ ആര് കയറും? OH കയറി കറസ്പോണ്ടിങ് എന്ത് കിട്ടി? ആൽക്കഹോൾ കിട്ടി. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കാം. CH3Cl, അതായത് ക്ലോറോമീഥൈൻ. KOH ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. എന്ത് സംഭവിക്കും? ഈ കെയും നമ്മുടെ ഹാലജനും സിയിലൂടെ എലിമിനേറ്റ് ചെയ്താൽ എന്തായി? KCl ആയി. ക്ലോറിൻ പോയ പൊസിഷനിൽ ആര് കയറി? OH കയറി. അപ്പം എന്ത് വന്നു? CH3OH. നമ്മുടെ എന്ത് കിട്ടി? ആൽക്കഹോൾ കിട്ടി. ഇതാണ് റിയാക്ഷൻ. എളുപ്പമല്ലേ ഈ റിയാക്ഷൻ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത് നോക്കിയാലോ, റിയാക്ഷൻ വിത്ത് വാട്ടർ. ഇത് നിങ്ങൾ തന്നെത്താനൊന്ന് ചെയ്ത് നോക്കണം എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഹാലോ ആൽക്കൈനെ നമ്മൾ വാട്ടർ റിയാക്ട് ചെയ്യുമ്പോഴും ആൽക്കഹോൾ ആയിട്ടാവും. സെയിം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡിനെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കഹോളും ഹാലജൻ ആസിഡും കിട്ടും. എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. CH3Cl നമ്മുടെ ഒരു ഹാലോ ആൽക്കൈൻ എടുത്തു, വെള്ളം ആഡ് ചെയ്തു. നമുക്കറിയാമല്ലോ വെള്ളത്തിൻ്റെ ഫോർമുലയെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. H+ഉം OH-. ഇതല്ലേ വെള്ളം. ഇവരെ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ H+ വെള്ളത്തിലെ ഹൈഡ്രജനും ഈ ഹാലജനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് എലിമിനേറ്റ് ചെയ്യും? HCl എലിമിനേറ്റ് ചെയ്യും. പോയ പൊസിഷനിൽ ആര് കയറും? വെള്ളത്തിൽ ബാക്കി ഉണ്ടായിരുന്ന OH കയറും. അപ്പം എന്ത് കിട്ടി? CH3OHും ആരെയും കിട്ടി? HClഉം കിട്ടി. ആൽക്കഹോളായില്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് മാത്രമേ ചില എക്സെപ്ഷൻസ് വരുന്നു. ഓക്കെ,
ഇനി ഞാൻ ഈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യം തന്നെത്താൻ എന്ത് ചെയ്യുക, പേപ്പറിലൊന്ന് എഴുതി നോക്കണം. എന്നിട്ട് ഞാൻ ഈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസറുമായിട്ടൊന്ന് എന്ത് ചെയ്യുക, മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ ആൻസറും എൻ്റെ ആൻസർ ശരിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചു, ഇതിൻ്റെ ടെക്നിക്ക് പഠിച്ചു എന്നാണ്. ഓക്കെ, മൂന്നാമതാണ് റിയാക്ഷൻ വിത്ത് സോഡിയം ആൽക്കോക്സൈഡ്. ഈ റിയാക്ഷന് വേറെ പേരുണ്ട്, വില്യംസൺ ഈതർ സിന്തസിസ്. ഓക്കെ, ഹാലോ ആൽക്കൈനെ സോഡിയം ആൽക്കോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഈതർ കിട്ടും. റിയാക്ഷൻ നോക്കാം. നമ്മളൊരു ഹാലോ ആൽക്കൈൻ എടുക്കുക, CH3Cl, ഒരു ഹാലോ ആൽക്കൈൻ എടുത്തു. എന്തുമായിട്ട് റിയാക്ട് ചെയ്യുക, സോഡിയം ആൽക്കോക്സൈഡ്, ഏതേലും ഒരു ആൽക്കോക്സൈഡ്, CH3CH2ONA. ഈ ONA വരുന്ന കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ആൽക്കോക്സൈഡ്സ്. ഇതുമായിട്ട് റിയാക്ട് ചെയ്യിക്കാം. അപ്പം എന്താ റിയാക്ഷൻ നടക്കുന്നത് നോക്കിയാലോ. എന്ത് സംഭവിക്കും, ഈ ഹാലജനും നമ്മുടെ സോഡിയവും കൂടെ റിയാക്ട് ചെയ്ത് എന്ത് പോവും, NaCl എലിമിനേറ്റ് ചെയ്യും ആണേ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്ത് എഴുതുക. CH3CH2OH, പിന്നെ ആര് വന്നു, ഇവിടെ നിന്ന് നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന CH3 ഇവിടെ വന്ന് ലിങ്ക് ചെയ്യും. അപ്പം എന്തായി, CH3. ഈ കോമ്പൗണ്ട് ആരാ, നമ്മുടെ ഈതറ. ഓക്കെ, എളുപ്പമുള്ള റിയാക്ഷനാണ്. ഹാലോ ആൽക്കൈൻ എടുക്കുക, എന്ത് ചെയ്യുക, സോഡിയം ആൽക്കോക്സൈഡ് ആഡ് ചെയ്യുക. അപ്പം ആ സോഡിയവും ഹാലജനും തമ്മിൽ എലിമിനേറ്റ് ചെയ്ത് പോവും. പിന്നെ നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ഈതർ കിട്ടും. ക്ലിയർ ആണോ? ഇനി അടുത്ത മെത്തേഡ് റിയാക്ഷൻ വിത്ത് സിൽവർ സയനൈഡ്. ഓക്കെ, ആൽക്കൈൽ ഹാലൈഡിനെ എന്ത് ചെയ്യുക, സിൽവർ സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഐസോസയനൈഡ് അല്ലെങ്കിൽ കാർബിലാമീൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, നമ്മളൊരു ഹാലോ ആൽക്കൈൻ എടുത്തു, AgCN സിൽവർ സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഈ Agയും എക്സോട് ചേർന്ന് എന്തായി, Agx എലിമിനേറ്റ് ചെയ്ത് പോയി. പിന്നെ ബാക്കിയുള്ളത് ആരാ, ആ ആറും എന്ത് ചെയ്യുക, CNനും തമ്മിൽ കമ്പൈൻ ചെയ്തു. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മളിത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഒരു 100% എടുക്കുകയാണെങ്കിൽ ഒരു 80%, എന്തല്ല ഒരു 90% ആൾക്കാർ ഈ റിയാക്ഷൻ തെറ്റിക്കും. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ഇത്ര നേരം ചെയ്ത് വന്ന അനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ എഴുതുന്ന എന്താ, ഈ ആറും CNനും തമ്മിൽ കമ്പൈൻ ചെയ്താൽ RCN ഉണ്ടാകും. അതായത് RCN ആയിരിക്കും ഫോം ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ഉണ്ടായത് ആരാ, RNC ആണ്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് സൈനൈഡ് ഉണ്ടാവും, പക്ഷേ കിട്ടിയ പ്രോഡക്റ്റ് എന്താ, ഐസോസൈനൈഡാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ +2 കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്, ഈ സൈനൈഡ് അല്ലെങ്കിൽ CN എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്താ, അതൊരു ബൈഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. ബൈഡെൻറ്റേറ്റ് ആയിട്ടുള്ളൊരു ലിഗാൻഡാണ്. ഇതിൽ എന്ത് ചെയ്യാം, CN എന്ന് പറയുന്ന സാധനത്തിന് NC ആയിട്ട് വിരിക്കാം. അതായത് CN എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ കാർബണിന് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ചെയ്യാം, അപ്പോഴാണ് നമുക്ക് സൈനൈഡ് കിട്ടുക. അതേ സമയത്ത് ഈ സൈനൈഡിലെ നൈട്രജനാണ് പോയി അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എന്ത് കിട്ടും, RNC കിട്ടും, ഐസോസൈനൈഡ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എവിടെ ബൈൻഡ് ചെയ്യുന്നത്, ഈ R ഗ്രൂപ്പ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് നൈട്രജനല്ല. അപ്പം അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഐസോസൈനൈഡ് കിട്ടിയത്. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു റിയാക്ഷൻ കൂടെ പറയാം. ഇതേ സെയിം റിയാക്ഷൻ തന്നെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാം, റിയാക്ഷൻ വിത്ത്, ഇപ്പം നമ്മൾ AgCN പകരം KCN ആണ് എടുത്തിരുന്നെങ്കിൽ, പൊട്ടാസ്യം സയനൈഡാണ് എടുത്തിരുന്നെങ്കിൽ പ്രൊഡക്റ്റ് നോക്കിയാലോ. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക, എന്തുമായിട്ട് റിയാക്ട് ചെയ്യുക, KCNുമായിട്ട് റിയാക്ട് ചെയ്യുക. ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താൽ നമ്മുടെ നോർമൽ പ്രൊഡക്റ്റ് കിട്ടുക. Kയും Xോട് ചേർന്നിട്ട് എന്തുണ്ടാവും, KX ഉണ്ടാവും. ഇവിടെ എന്താ സംഭവിക്കുന്ന, Rഉം CNും തമ്മിലാണ് കമ്പൈൻ ചെയ്തത്. RCN എന്താ കിട്ടുക, സയനൈഡാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു റിയേജൻറ്റിൻ്റെ പ്രത്യേകത കാരണമാണ് നമുക്ക് സയനൈഡും ഐസോസയനൈഡും കിട്ടുക. KCN ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് സയനൈഡ് കിട്ടും, CN ആണ് ബൈൻഡ് ചെയ്യുക. അതേ സമയത്ത് AgCN ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഐസോസയനൈഡ് എടുക്കത്തുള്ളൂ. അപ്പം ഈ ഒരു വ്യത്യാസം എപ്പോഴും മൈൻഡ് വെക്കണം.
ഇനി അടുത്ത നോക്കിയാലോ. അടുത്ത എന്താ? റിയാക്ഷൻ വിത്ത് പൊട്ടാസ്യം നൈട്രേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സെപ്ഷണൽ കേസാണിത്. നോക്കിയേ, പൊട്ടാസ്യം നൈട്രൈറ്റ് ആണ്, KNO2. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് പൊട്ടാസ്യം നൈട്രേറ്റ് ടു ഗീവ് ആൽക്കൈൽ നൈട്രൈറ്റ്. അതായത് നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, എന്താണ് ഇത്? പൊട്ടാസ്യം നൈട്രേറ്റ് എടുത്തു. ഈ നൈട്രോ ഗ്രൂപ്പിനൊരു പ്രത്യേകത ഉണ്ട്. NO2 ഗ്രൂപ്പും ഇതുപോലൊരു എന്താ ബൈഡൻറ്റേറ്റ് ലിഗാൻഡാണ്. ബൈഡൻറ്റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബൈഡൻറ്റേറ്റ് ലിഗാൻഡാണ്. കാരണം എന്താ? ഈ NO2 ഗ്രൂപ്പിലെ നൈട്രജന് വേണേൽ പോയി ബൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്സിജനും എന്ത് ചെയ്യാം? ബൈൻഡ് ചെയ്യാം. അപ്പോൾ ഇവർ ബൈൻഡ് ചെയ്യുന്ന രീതിക്കനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. അപ്പം നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CH3Cl എന്തുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക? KNO2 ആയിട്ട് റിയാക്ട് ചെയ്യിക്കുക. അപ്പോൾ ഈ KNO2നെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതുവാണ്. KONO ഇങ്ങനെ എഴുതാമല്ലോ. NO2നെ റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? Kയും Clൂടെ ചേർന്ന് എന്താവും? KCl എലിമിനേറ്റ് ചെയ്യും. പോയിട്ട് ഈ CH3 വന്ന് ബൈൻഡ് ചെയ്യുന്നത് ആരോടാ? ONO2, അതായത് നൈട്രോ ഗ്രൂപ്പിലെ ഓക്സിജനുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. CH3യും ഈ ഓക്സിജനുമാണ് ബൈൻഡ് ചെയ്യുക. അപ്പം കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? CH3ONO, അതായത് ആൽക്കൈൻ നൈട്രൈറ്റ് ആയിരിക്കും കിട്ടുക. ഇവിടാണ് ആ പ്രത്യേകത. ഓക്കെ, ഇനി നമ്മളെടുത്ത കോമ്പൗണ്ട് പൊട്ടാസ്യം നൈട്രേറ്റിന് പകരം നമ്മളെടുത്തത് സിൽവർ നൈട്രേറ്റ് ആണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. അതായത് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, സിൽവർ നൈട്രേറ്റ് എടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? സിൽവറും ഹാലജനോട് ചേർന്ന് സിൽവർ ഹാലൈഡ് ഉണ്ടായി. 6 എന്ത് ചെയ്യും? NO2ലെ നൈട്രജനുമായിട്ടായിരിക്കും ലിങ്ക് ചെയ്യുക. അപ്പം കറസ്പോണ്ടിങ് നൈട്രോ ആൽക്കൈൻ കിട്ടും. അപ്പോൾ പേര് ശ്രദ്ധിച്ചോണം, ഇത് നൈട്രോ ആൽക്കൈനും ഇത് ആൽക്കൈൻ നൈട്രൈറ്റും ആണ് കിട്ടുന്നത്. എക്സാമ്പിൾ ചെയ്യാം. നമ്മുടെ ഹാലോ ആൽക്കൈൻ എടുത്തു, പ്ലസ് എന്ത് ചെയ്യുക? AgNO2 എടുത്തു. ഗീവ് എന്ത് ചെയ്യുക? ഈ Agയും ഹാലജനും തമ്മിൽ എലിമിനേറ്റ് ചെയ്തു. AgCl എലിമിനേറ്റ് ചെയ്തു. പ്ലസ് ഈ CH3 ബൈൻഡ് ചെയ്യുന്നത് നൈട്രജനുമായിട്ടാണ്. അപ്പോൾ എന്ത് കിട്ടി? CH3NO2 കിട്ടി. നോക്കി, അപ്പം ഈ കണ്ട റിയാക്ഷനും ആ സൈനൈഡിൻ്റെ റിയാക്ഷനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ എക്സെപ്ഷനാണ്. നമ്മൾ എടുക്കുന്ന റിയേജൻ അനുസരിച്ച് എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് മാറും. നമ്മൾ AgCN എടുത്തപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്തു? ഐസോ സൈനൈഡ് കിട്ടി. KCN എടുത്തപ്പോൾ സൈനൈഡ് കിട്ടി. അതേപോലെ ഇവിടെ KNO2 എടുത്തപ്പോഴത്തേക്കിന് നൈട്രൈറ്റ് കിട്ടിയേ, ഓക്സിജനാണ് ബൈൻഡ് ചെയ്തത് നൈട്രോ ഗ്രൂപ്പിലെ. അതേ സമയത്ത് AgNO2 സിൽവർ നൈട്രേറ്റ് എടുത്ത സമയത്ത് NO2ലെ നൈട്രജനാണ് ബൈൻഡ് ചെയ്തത്. അപ്പം ഈ കേസ്, ഈ 2 കേസുകളും എക്സെപ്ഷണൽ കേസുകളാണ്. ഇത് തെറ്റാൻ സാധ്യതയുള്ളത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക? പഠിക്കുക. ഇനി അടുത്തതാണ് റിയാക്ഷൻ വിത്ത് സിൽവർ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇതെങ്ങനെ നോക്കിയാലോ. അപ്പോൾ സിൽവർ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്താ? ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സിൽവർ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അപ്പം നമ്മുടെ ആസിഡ് ഇല്ലേ, കാർബോക്സിലിക് ആസിഡ്, ആ കാർബോക്സിലിക് ആസിഡിലെ ഗ്രൂപ്പ് ഏതാ? COOH. ഇതിൽ Hനെ മാറ്റി അവിടെ സിൽവർ കയറുക, അതാണ് സിൽവർ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? എസ്റ്റർ കിട്ടുമെന്നോ. റിയാക്ഷൻ നോക്കിയാലോ. നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, കാർബോക്സിലിക് ആസിഡ് ഇവിടെ ഒരു H ഉണ്ടായിരുന്നു, ആ Hനെ മാറ്റിയിട്ടാണ് ആര് വന്നത്? സിൽവർ വന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സിൽവറും ഈ ഹാലജനോട് ചേർന്നിട്ട് AgX പോയി, ബാക്കിയുള്ളവരെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എസ്റ്റർ കിട്ടും. നമുക്കിതൊരു എക്സാമ്പിൾ ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഏതെങ്കിലും ഒരു ഹാലൈഡ് എടുക്കാം. അപ്പം CH3Cl എടുത്തു, എന്തുമായിട്ട് റിയാക്ട് ചെയ്തു? നമ്മളൊരു സിൽവറിൻ്റെ സോൾട്ട് CH3COOAg സിൽവർ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ഈ Clഉം Agയും കൂടെ ചേർന്ന് എന്തായി? എലിമിനേറ്റ് ചെയ്തു പോയി, AgCl ആയി. ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്ത് തന്നെ എഴുതുക. എന്തായി? CH3COO എന്ത് വന്നു? ഈ CH3 ഈ പൊസിഷനിൽ പോയി ലിങ്ക് ചെയ്യും. എന്ത് കിട്ടി? COOCH3 ഇതാണ് എസ്റ്റർ, നമ്മുടെ എസ്റ്റർ.
അതായത് നമ്മുടെ RCOOR ഇതാണ് എസ്റ്റർ കിട്ടി. ഓക്കെ, അപ്പം ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാലോ ആൽക്കൻസിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസാണ്. എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഇങ്ങനെ ആൽക്കലിയുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, വാട്ടറുമായിട്ടുള്ള റിയാക്ഷന്, KCN-നുമായിട്ടുള്ള റിയാക്ഷന്, ഇതുപോലെ നൈട്രേറ്റ് ഗ്രൂപ്പുകളുമായിട്ടുള്ള റിയാക്ഷൻസ്, പിന്നെ കാർബോക്സിലിക് സിൽവർ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഇവരുമായിട്ടുള്ള റിയാക്ഷൻസ് എന്ത് ചെയ്തത് നമ്മൾ ഇത്രയും നേരം കണ്ടത്. അപ്പം ഇത്രയും നേരം കണ്ടതിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തേ. നമ്മൾ ഹാലോ ആൽക്കീൻ്റെ ഹാലോ അരീൻ്റെ പ്രിപ്പറേഷൻ കോമൺ മെത്തേഡാണ്. നമ്മളിവിടെ ആൽക്കൈൽ ഗ്രൂപ്പിന് പകരം അരീൻ എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഹാലോ അരീൻ പ്രിപ്പയർ ചെയ്യും. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്തത് ഹാലോ ആൽക്കൈൻ്റെ മാത്രം എന്താ റിയാക്ഷൻസാണ്. അപ്പം ഇത് ഈ ട്രിക്കിലൂടെ അത് നമ്മൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഓർഗാനിക് ഓർത്തിരിക്കത്തുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണ്, നെയിംഡ് റിയാക്ഷൻ ആയിരിക്കും ചോദിക്കുക. പക്ഷേ ഒരിക്കലും അതിൻ്റെ പേര് സ്പെസിഫൈ ചെയ്യത്തില്ല. അവർ ആ ഒരു റിയാക്ഷൻ മാത്രം തരും, റിയാക്റ്റൻ്റ് തരും, റിയേജൻറ്റ് തരും, പ്രൊഡക്റ്റിൻ്റെ അവിടെ എന്ത് ചെയ്യും, ഒരു ഡാഷ് ഇട്ടേക്കും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ റിയാക്ഷൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, എഴുതുക. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ട്യൂട്ടേഴ്സിലൂടെ കാണാം. ഓക്കെ, അപ്പം താങ്ക് യു.